ആർട്ട് ഓഫ് ലിവിംഗ്സിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടക്കുന്ന ആനന്ദോത്സവം 2025ന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ 38 കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 12 മുതൽ 17 വരെ ഹാപ്പിനെസ് പ്രോഗ്രാം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിൽ മുഴുവൻ നടക്കുകയാണ്. നമ്മൾ ശരിക്കും ടീച്ചേഴ്സുകളിലാണ് 6 ദിവസത്തെ ക്ലാസ് നടക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത ഓൺലൈനായിട്ട് എല്ലാ കോഴ്സുകളിലും ശ്രീ രവിശങ്കർ ഉണ്ടാവുമെന്നതാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. ആൻഡ് ഈ കോഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ 8000 ചില സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ 38 കേന്ദ്രങ്ങളിലായിട്ട് ഈ കോഴ്സ് നടക്കുന്നുണ്ട്. അന്ന് നമ്മുടെ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ശ്വാസവും മനസ്സിനെയും കുറിച്ചാണ്. മനസ്സാണ് നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. മനസ്സ് നമ്മുടെ ഓർമ്മയെയും ബുദ്ധിയെയും ഈഗോയെയും കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാകും. എന്നാൽ ഇത് പോസിറ്റീവായ കാര്യങ്ങൾ, ഓർമ്മയുടെ കാര്യത്തിലാണെങ്കിൽ നല്ല കാര്യങ്ങളാണ് ഓർക്കണമെങ്കിൽ, ബുദ്ധിയുടെ കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അവർ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ വളരെ ഊർജ്ജസ്വലരായിട്ട് കാണാൻ പറ്റും. കൈകാലില്ലാത്ത ആൾക്കാർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം അവർ പോസിറ്റീവായ കാര്യങ്ങളിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിൽ എല്ലാം ഉണ്ടായിട്ടും ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നത് അവരുടെ ഓർമ്മകളും ചിന്തകളും ഒക്കെ നെഗറ്റീവായ കാര്യങ്ങളാണ്. അത് പോസിറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സുദർശന ക്രിയ അതിൻ്റെ ധ്യാനം നമ്മളെ വളരെയധികം സഹായിക്കും. അങ്ങനൊരു കോഴ്സാണ് ഈ ഒരു ആനന്ദോത്സവം എന്ന രീതിയിൽ 38 സെൻറ്ററിലായിട്ട് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത്. ആഗോള മാനുഷികനും ആത്മീയ നേതാവുമായ ഗുരുദേവ് ശ്രീ രവിശങ്കർ ഓൺലൈൻ മുഖേന പങ്കെടുക്കുന്നവരെ അഭിസംബോധന ചെയ്യും. സന്തോഷകരമായ ജീവിതത്തിനുള്ള പരിശീലനവും അനുഭവവുമാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള 70ലധികം ശാസ്ത്രീയ പഠനങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട സുദർശൻ ക്രിയ, പ്രാണായാമം, ധ്യാനം, ജീവിത വിജയത്തിനുള്ള ജ്ഞാനശകലങ്ങൾ എന്നിവയാണ് പ്രോഗ്രാമിന്റെ പ്രധാന ഘടകങ്ങൾ. സമ്മർദ്ദം കുറയ്ക്കാനും ആത്മശാന്തി നേടാനും 40 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവ് രൂപകൽപ്പന ചെയ്തതാണ് ഈ പരിപാടി. 180 രാജ്യങ്ങളിൽ ആർട്ട് ഓഫ് ലിവിംഗ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് രാജേഷ് തെക്കൻ, ജില്ലാ സെക്രട്ടറി രാജേഷ് PK, സീനിയർ ടീച്ചർ വിനോദ് അരിയേരി, പ്രൊജക്ട് ഭാരത് സംസ്ഥാന കോർഡിനേറ്റർ സഞ്ജു മോഹൻ, VDS ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു.